അതിർത്തി പ്രശ്നം. പക്ഷെ ഇന്ത്യക്ക് പാടില്ല. ഇന്ത്യ അതിർത്തിയിൽ പൊട്ടി, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ജവാന്മാര് മരിച്ചാലും സിവിലിയൻസ് മരിച്ചാലും ആര് മരിച്ചാലും ക്രിക്കറ്റിൽ ഇതൊന്നും ഇല്ല. ക്രിക്കറ്റ് കളിയാണ് അത്ര. ആർക്കാണ് കളി? ഈ പറയുന്ന ഓരോ വ്യക്തികളും ഈ സപ്പോർട്ട് ചെയ്ത് പറയുന്ന മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവും. അതിന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അതിനൊരു കാര്യമായിട്ട് തന്നെ എടുക്കുന്നില്ല. മറ്റു വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും കാശ്മീർ പോയിട്ടുണ്ടോ? പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അന്ന് പഹൽഗാമിൽ ആ പ്രോബ്ലം നടന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് ക്രിക്കറ്റിൽ ഇത് പാടില്ല കേട്ടോ. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാ. എന്തിനാ പാകിസ്ഥാന്റെ കൂടെ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കളിക്കാൻ പോയത് എന്നൊക്കെ എഴുതി വിടാൻ നിങ്ങൾ ഉണ്ടാവുമായിരുന്നോ മനുഷ്യരെ? നിങ്ങളുടെ ഭാര്യ ഇന്ന് വിധവയാ, നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് അപ്പനില്ല. സംസാരിക്കുമായിരുന്നോ നിങ്ങൾ ഇതുപോലെ? നിങ്ങൾക്ക് എന്തുകൊണ്ടാ അവിടെ മരിച്ചത് നിങ്ങളുടെ ആരുമല്ല എന്നോ തോന്നലുണ്ടാവുന്നേ? ഇവിടെ കിടക്കുന്ന പാകിസ്ഥാനിൽ കിടക്കുന്ന ക്രിക്കറ്റ് കളിക്കാർ എങ്ങനെയാ നിങ്ങളുടെ സ്വന്തക്കാരാവുന്നേ? എങ്ങനെയാ നിങ്ങൾക്ക് അവരോട് രക്തബന്ധം, അങ്ങനെ ഒരു എഫെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരാത്ത എങ്ങനെയാ അവിടെ വരുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ കണ്ടില്ലേ, മാന്യൻ കാണിച്ചത് കണ്ടില്ലേ? അവന് സെക്കൻഡ് റണ്ണർ ആയി കിട്ടിയ ആ ചെക്ക് അവന് വേണ്ട, വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാ പോകുന്നത്. കൂവുന്നതുണ്ടല്ലോ ആളുകള്. ഈ കൂവലി സത്യത്തിൽ പാകിസ്ഥാൻ സ്ഥാപിതമായ അന്ന് മുതൽ പാകിസ്ഥാൻ അർഹിക്കുന്നു. മാനവികത പറഞ്ഞ് ഇന്ത്യയടക്കം നിശബ്ദമായി ഇരുത്തി നിങ്ങളാണ്, സപ്പോർട്ടേഴ്സ് ആണ് ആ രാജ്യത്തിനെ ഇത്രയധികം ദുഷിപ്പിച്ചത്.